ഹലോ എവ്രി വൺ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്നൊരു ഇൻസ്റ്റൻറ്റ് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാൻ പോണത്. എന്നാൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ഇടണം. ഇനി 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. മൈദ ഒരു ബൈൻഡിങ് ഏജൻറ്റാണ്, അതുകൊണ്ട് മുറുക്ക് മുറിഞ്ഞു വരാതെ ശരിക്കും പിഴിഞ്ഞാൽ കിട്ടും. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ എള്ള്, വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഏത് വേണമെങ്കിലും ഇടാം. ഞാനിവിടെ വൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. വേണമെങ്കിൽ 2 സ്പൂൺ ജീരകവും ചേർക്കുക അതിൽ. ഇതെല്ലാം നന്നായിട്ട് ഒരു കയ്യിലുകൊണ്ട് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 4-5 ടേബിൾ സ്പൂൺ നല്ല ചൂടുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ അല്ലെങ്കിൽ നമുക്ക് നെയ്യോ ഉപയോഗിക്കാം. അത് നമ്മൾ ചൂടാക്കണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ എണ്ണയാണെങ്കിൽ നമ്മൾ ചൂടോടുകൂടി തന്നെ ഒഴിക്കണം കേട്ടോളൂ. നമ്മൾ നെയ്യോ ബട്ടറോ ഉപയോഗിക്കുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ മതിയാകും. എണ്ണ നല്ല ചൂടുള്ളത് കൊണ്ട് ആദ്യം സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി. ബട്ടർ അല്ലെങ്കിൽ എണ്ണ ചൂടുള്ള എണ്ണ ചേർക്കുന്നത് ഒന്ന് ക്രിസ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കും പോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുഴച്ചെടുക്കണം. ഇതുപോലെ നന്നായി കുഴച്ചിട്ട് അവസാനം കയ്യിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മാവിൻ്റെ മുകളിലൊന്ന് നന്നായി തേച്ച് കൊടുക്കണം. ഇനി ആ മുറുക്ക് പിഴിയുന്ന ആ സുനാപ്പി ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിലേക്ക് ആ സ്റ്റാർ പോലത്തെ ഉള്ള അച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മാവിട്ട് കൊടുത്തിട്ട് മുറുക്ക് പിഴിയുക തന്നെ. ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മല്ല് തുണിയോ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മുറുക്ക് കുറച്ച് പിഴിഞ്ഞ് വെക്കണം. അതിൽ നമുക്ക് ഏത് സൈസ് വേണോ അതനുസരിച്ചിട്ടുള്ള വട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഈ അറ്റം വരുന്ന ഭാഗം നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അതുപോലെ ചെറുതായിട്ടൊന്ന് അമുക്കിയാൽ അത് ഒട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ അതിനെ ചുട്ടെടുക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ട് വരും. എല്ലാ വരികളും ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അമുക്കിയാൽ അതങ്ങനെ ഒട്ടിക്കോളും. ഇതുപോലെ നമ്മളൊരു 8-10 മുറുക്ക് ഇങ്ങനെ പിഴിഞ്ഞ് വെക്കണം. ഇനി ഒരു കടായി ചൂടാക്കിയിട്ട് അതിലേക്ക് മുറുക്ക് ചൂടാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മാവ് ഇട്ട് കൊടുക്കണം. മാവ് പെട്ടെന്ന് മുകളിലേക്ക് അങ്ങനെ പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്നർത്ഥം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് എണ്ണ ചൂടായ ശേഷം നമ്മൾ ഈ മുറുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. മുറുക്ക് ഇട്ട വഴിക്ക് അതിനെ ഇളക്കണ്ട. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് മറിച്ചിടണം. ഒരു മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളൊരു പപ്പടം കാച്ചിന കോലോ ഒരു സ്ക്യൂറോ അല്ലെങ്കിൽ ഒരു കയ്യിലോ എടുത്തിട്ട് ഈ മുറുക്കിനെയൊക്കെ ഒന്ന് മറിച്ചിടണം. ഇപ്പോൾ ആ എണ്ണയിൽ ബബിൾസൊക്കെ കുറഞ്ഞില്ലേ, നല്ലോണം കുറഞ്ഞില്ലേ, അപ്പോൾ നമ്മൾ കോരി വാങ്ങി വയ്ക്കാം. ഇതുപോലെ നമ്മൾ മുറുക്ക് ചുടാനായിട്ട് എണ്ണയിൽ ഇടുമ്പോൾ തന്നെ ഒരു മിനിറ്റ് അത് അനക്കാൻ പാടില്ലല്ലോ. ആ സമയം കൊണ്ട് നമ്മൾ അടുത്ത ബാച്ച് ഒരു 5-6 പിഴിഞ്ഞ് വെക്കണം. ഇതേപോലെ മുറുക്കെല്ലാം പിഴിഞ്ഞ് ചുട്ടെടുക്കണം. മുറുക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ. പിന്നെ 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളൊരു ഹൈൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം ചുടാനായിട്ടുള്ളൂ. അല്ലെങ്കിൽ കളർ മാറുകയും ചെയ്യും, എന്നാൽ ഉള്ളിൽ വേകുകയില്ല. നല്ല ചൂടുള്ള തീയിൽ വേണം ഇടാൻ. കുറച്ച് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് തീ കുറയ്ക്കണം. നമ്മൾ കോരി വാങ്ങി വെച്ച ശേഷം ഇരുന്നു കൊണ്ട് മുറുക്കിൻ്റെ കളർ ഒന്നും കൂടെ ഡാർക്കാകും. ഇതൊരു ഇൻസ്റ്റൻറ്റ് മുറുക്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.